ഭാഗ്യവാരോ. മിഥുനരാശി മകയിര ഒടുവിൽ 30 നാഴികയും തിരുവാതിരയും പുണർതം ആദ്യത്തെ 45 നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ട് വരികയോ വിദ്യയിൽ പഴയ പോലെ തെളിയാതെ വരികയോ മാർക്കുകൾ കുറയുകയോ ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. പരീക്ഷ പഠന വേളകളിൽ പഠിത്തത്തിന് എന്തെങ്കിലും തടസ്സം, കുടുംബവശാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ തൻ്റേതല്ലാത്ത കാരണങ്ങളാലോ താൻ നിമിത്തമുള്ള കാരണങ്ങളാലോ എന്തെങ്കിലും പഠന വിഘ്നം വരാൻ സാധ്യതയുണ്ട്. അതിനെ കരുതി നിൽക്കണം. ആ വിഘ്നം വരാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. കൂടുതൽ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. പഴയ പോലെ അത്ര എളുപ്പമല്ല. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികപരമായ നിയമനം കിട്ടിയാലും ആ ജോലി സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം കണ്ടകശനിയും കൂടെ എടുക്കുകയാണ്. കർമ്മസ്ഥാനത്ത് ശനി വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, വിദ്യയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യകൾ പരീക്ഷയിൽ ചിലപ്പോൾ ചോദ്യം വരാതിരിക്കുക, അഥവാ വന്നു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ ആരോഗ്യം ഇല്ലാതെ വരിക, മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കുടുംബവശാലുണ്ടാകുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ജോലി ഡിപ്പാർട്ട്മെൻറ്റിന് തൃപ്തികരമല്ലാതെ വരിക, അല്ലെങ്കിൽ കമ്പനി അസ്ഥിരമാക്കുക, അല്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന കാലഘട്ടം ഒക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ വെട്ടിക്കുറയ്ക്കുക, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ജോലി എടുപ്പിക്കുക, വിടുക. അസ്ഥിരത എന്നാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. ജോലി കിട്ടിയാലും അത് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സർവീസിൽ ഇരിക്കുന്നവർക്ക് ആ സ്ഥാനത്തിന് ഇളക്കം സംഭവിക്കുന്ന കാലമാണ്. അതായത് ഉദ്യോഗസ്ഥർക്കും എല്ലാം സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും ഈ രാശിയിൽപ്പെട്ട മകയിരം തിരുവാതിര പുണർതം ഈ മിഥുന രാശിയിൽപ്പെട്ടവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കസേര നഷ്ടപ്പെടുകയോ ട്രാൻസ്ഫർ ആകുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയോ തുടർന്നു പോകാൻ ബുദ്ധിമുട്ട് വരികയോ ചെയ്യുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസം മുതൽ 2025 ഡിസംബർ മുതൽ 26 ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാത്തിലും ലോങ് ആബ്സൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ലീവോ ആരോഗ്യ പ്രശ്നങ്ങളോ തൊഴിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പെടുകയോ വിലാപം മൂലമോ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ മൂലമോ തൊഴിലിന് ഭംഗം വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ബിസിനസ്സുകാർക്ക് അധികം പണം ഇപ്പോൾ മുടക്കേണ്ട. കണ്ടകശനിക്കാലമായതുകൊണ്ട് മുടക്കുന്ന പണം അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാൻ പാടുള്ളതുകൊണ്ടും തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടും നിയമപ്രശ്നങ്ങൾ വലുതായി വരുന്നതുകൊണ്ടും അധികം പണം ഇപ്പം മുടക്കേണ്ട. ഉള്ളവ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഈ രാശിയിൽപ്പെട്ട രാഷ്ട്രീയ കലാ സാമുദായിക രംഗത്ത് നിൽക്കുന്നവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഭംഗം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വർഷം 2025 നവംബർ ഡിസംബർ മുതൽ 2026 ജനുവരി ഫെബ്രുവരിക്കുള്ളിലായി പലതരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന തുടരുന്ന പ്രസ്ഥാനങ്ങൾ കലയോ കായികമോ രാഷ്ട്രീയമോ സാമുദായികമോ ട്രേഡ് യൂണിയനോ ഇവയിലേത് ആണെന്നുണ്ടെങ്കിലും അതിലെ നേതാക്കന്മാർ, അതിലെ സമുന്നതർ, അതിലെ ബെസ്റ്റ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ സാങ്കേതിക വിദഗ്ധന്മാർ, ഛായാഗ്രാഹകർ, ഇങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ നിയമപ്രശ്നങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ മൂലം അവ വിഘ്നം വരാനോ അല്ലെങ്കിൽ ആ കാലയളവ് വളരെയധികം വിഷമസന്ധിയോടെ മുന്നോട്ട് പോകാനോ വളരെ സാധ്യതയുണ്ട്. വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നവർക്കാണെങ്കിലും കാര്യങ്ങൾ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേണ്ട എന്ന് വെപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലീവിങ് ടുഗദർ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഹ്രസ്വമായ ദാമ്പത്യ ബന്ധത്തിലിരിക്കുന്നവർക്ക് ഇത് ബാധകമല്ല.
അവർക്ക് ചിലപ്പോൾ 1 വർഷം 2 വർഷം ഒക്കെയുള്ള ഒരു ധാരണയിലാണ് പോകുന്നതെങ്കിൽ അത് ഈ രാശിയുമായിട്ട് ദോഷകരമായിട്ട് എന്ന് പറയാൻ നിവൃത്തിയില്ല. അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിവാഹവും കാര്യങ്ങളും ഒക്കെ ആകാം. എങ്കിലും ദീർഘദാമ്പത്യത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് മിഥുന രാശിപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക്. ആരോഗ്യ പ്രശ്നങ്ങൾ, ആവലാതി പ്രശ്നങ്ങൾ, ഗാർഹിക പ്രശ്നങ്ങൾ, സ്വന്തം ബന്ധം, മിത്രം, സൗഹൃദം, മൈത്രി, സാഹോദര്യം എന്നിവയിൽ പുലവാലാമ കൊള്ളാനോ, അതുപോലെ തന്നെ നിയമക്കുഴപ്പങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ രൂക്ഷമാവാനോ, അതുപോലെ മൃഗ പക്ഷി താടനം, പീഡനം എന്നിവയാൽ ഉപദ്രവങ്ങൾ, അതുപോലെ ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇവയിലേതെങ്കിലും ഒന്ന് വന്നു മാറാനോ സാധ്യതയുണ്ട്. റെസ്റ്റൊക്കെ എടുക്കേണ്ട സമയമാണ്. ബിസിനസ്സുകാർ കൂടുതൽ പണം മുടക്കരുത്. തൊഴിലാളികൾക്ക് നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശേഷം മാസങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. പൊതുവെ ഉത്രാടം, തിരുവോണം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും അതുപോലെ തന്നെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും മാനസിക പ്രയാസവും ഉണ്ടാവുന്ന കാലഘട്ടമാണ്. പൊതുവെ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന ദിവസങ്ങൾ ഈ രാശിയിൽപ്പെട്ടവർക്ക് സാമ്പത്തികപരവും തൊഴിൽപരവും കുടുംബപരവും ഭരണപരവും മാനസികപരവും ആയിട്ട് ഉല്ലാസം, സന്തോഷം, ദ്രവ്യലാഭം ഇത്യാദികൾ വരികയും വിശിഷ്ട വ്യക്തികൾ കുടുംബത്തിൽ വന്നു ചേരുകയും അല്ലെങ്കിൽ ഹസ്തദാനം ചെയ്യുകയും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ കുറച്ച് പരിഹരിക്കാനുള്ള ദിവസങ്ങളുമൊക്കെയാണ് ഈ ദിവസങ്ങൾ. അത് ഡയറിയിലും കലണ്ടറിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഈ ഡേറ്റുകൾ. പൊതുവേ ഗുണദോഷ സമ്മിശ്രത്താൽ ദോഷാധിക്യം കൂടുകയും ഗുണാധിക്യം കുറയുകയും ചെയ്യുന്ന ഒരു രാശിയാണ് മിഥുന രാശിക്ക് ഈ വർഷഫലം കാണുന്നത്. പൊതുവെ ശ്രീഭദ്രൻ എന്ന യോഗം ഉള്ളവർക്ക് ജാതക നിലയിൽ, അതായത് ജനിച്ച ലഗ്നത്തിൽ എൻ്റെ 4, 7, 10 രാശികളിൽ ബുധൻ, മിഥുനം, കന്നി എന്നീ രാശികൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ശ്രീഭദ്ര യോഗമുള്ളവർക്ക് ഈ വക ദോഷങ്ങൾ വളരെയധികം കുറഞ്ഞ അനുഭവത്തിൽ വരികയും ഗുണഫലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യും. മൊത്തത്തിൽ ഈ രാശിയിൽപ്പെട്ടവർക്ക് ബുധൻ പ്രീതി വരുത്തുകയും ശനിപ്രീതി വരുത്തുകയും ചെയ്യുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി പത്മമിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദികളാൽ നീലാഞ്ജന സമാനാഭം, രവിപുത്രം യമാഗ്രജം, ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനി സ്തോത്രങ്ങളെക്കൊണ്ട് ശനി ദേവനെ പ്രീതിപ്പിക്കുകയും നീരാഞ്ജനം മുതലായവയും ശബരിമല ക്ഷേത്രദർശനം മുതലായവയൊക്കെ ചെയ്ത് ശനിദോഷ കാഠിന്യങ്ങൾ മാറ്റുകയും ഈ വക ആചാരങ്ങളിൽ താല്പര്യം കുറഞ്ഞവർക്ക് ശനിയാഴ്ച ദിവസം കാരുണ്യ പ്രവർത്തനങ്ങളും മരുന്ന്, വസ്ത്രം, അന്നം മുതലായവ കൊടുത്ത് സാധുക്കൾക്ക് സഹായിക്കുകയും ചെയ്യുക, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. അതൊന്നുമല്ലാത്തവർക്ക് സ്തോത്രജപങ്ങൾ കൊണ്ട് നീലാഞ്ജന സമാനാഭം, രവിപുത്രം യമാഗ്രജം, ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനി സ്തോത്രങ്ങൾ കൊണ്ട് ഒരു 1000 ഒക്കെ ജപിച്ച് ശുദ്ധ വൃത്തിയോടുകൂടി ആഹാരാദികളൊക്കെ കഴിച്ച് ആ രംഗം ആ ശനിയാഴ്ച ദിവസങ്ങളിൽ ദൈവിക പരിവേഷം ഒക്കെ വരികയാണെങ്കിൽ ശനിയുടെ കാഠിന്യങ്ങൾ വളരെയധികം കുറയും. എല്ലാ മിഥുന രാശിയിൽപ്പെട്ടവർക്കും പ്രേക്ഷകർക്കെല്ലാം എൻ്റെ വിഷുദിന ആശംസകൾ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ഭാഗ്യവാൻ